ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്വ പ്രോട്ടോക്കോളിൻ്റെ സീലി ക്വസ്റ്റിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും വി ഹാവ് കംപ്ലീറ്റഡ് അക്വ പ്രോട്ടോക്കോൾ ഫാമിംഗ് ത്രൂ ടെലഗ്രാം ആപ്പ്. ഒരു ബോട്ട് വഴി നമ്മൾ കംപ്ലീറ്റ് ആക്കി. ബട്ട് നെക്സ്റ്റ് പറയുന്നത് നമുക്ക് എന്താണ് സീലി ക്വസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ആക്ടിവിറ്റീസ് ഉണ്ട്, ഫാമിംഗ് ആൻഡ് സീലി കോസ്റ്റ്. സോ ഫാമിംഗ് വി ഓൾറെഡി കംപ്ലീറ്റഡ് അക്വ പ്രോട്ടോക്കോൾ എക്സസ് ഒരു ബോട്ട് വഴി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വന്ന് സീലി കോസ്റ്റ് ആണ്. സീലി കോസ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സീലി കോസ്റ്റ് ഹാവ് ഹയർ വെയിറ്റേജ് ദാൻ ദ അക്വ പ്രോട്ടോകോൾ ഫാമിംഗ്. സോ ഇതെല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ട് XP ഏറ്റവും കൂടുതൽ മാക്സിമം കൂട്ടാൻ നോക്കുക. കാരണം ചിലപ്പോൾ ഇത് വരുമ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ടോക്കൺ എയർ ഡ്രോപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. സോ സീലി ക്വസ്റ്റിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ് ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ആക്കാമെന്നുള്ള സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി ബാക്കി വരാൻ പോകുന്നത്. സോ അവസാനം വരെ കാണുക, ഒറ്റ സ്റ്റെപ്പ് മിസ്സാക്കരുത്. നിങ്ങൾക്ക് XP കിട്ടാനുള്ള വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി ടഫായിട്ടുള്ള സ്റ്റെപ്പുകളാണ്, പക്ഷേ ഇതിനുള്ളിൽ ഒരു സ്റ്റെപ്പ് ഇച്ചിരി ടഫാണ്. ആ ടഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. വളരെ കൃത്യതയോടെ അത് തെറ്റിക്കാതെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുന്നു. ടെസ്റ്റ് നെറ്റ് ക്രിയേഷൻ ആണ്, അത് തെറ്റിക്കരുത്. അതിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള പൈസയല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അത് നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ടെലഗ്രാം തരുന്ന ഒരു വാലറ്റിൽ വരുന്ന പൈസയാണ്. അത് പോയി പിൻവലിക്കാനൊക്കെ ആയിട്ട് ഓരോരുത്തർ പോയിട്ട് വെറുതെ കണ്ട കാര്യങ്ങൾ ചെയ്യരുത്. സോ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. അപ്പോൾ ആ ടെലഗ്രാം ചാനൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, സീലിയുടെ ക്വസ്റ്റിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് എയ്തർ ഇവിടെ നിന്ന് ലിങ്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വേറെ റെഫറിൽ കിട്ടുകയാണെങ്കിൽ ആ ലിങ്ക് എടുത്തിട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കണക്ട് ടു സീലി എന്ന് പറയുന്നത് കാണാം. അപ്പോൾ കണക്ട് ടു സീലി അടിച്ചു. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. നിങ്ങളുടെ ഇൻബോക്സിൽ മാത്രമല്ല OTP വന്നില്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഫോൾഡറിലും നോക്കുക. സ്പാം ഫോൾഡർ ഇൻക്ലൂഡഡ്, ആ എല്ലാ ഫോൾഡറിലും നമ്മൾ നോക്കുക. അതിനുശേഷം യൂസർ നെയിം നമ്മളിവിടെ വന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ സീലിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രിബ്യൂട്ട് ടു പ്രോജക്ട്സ് ഐ ലവ് എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള സീലിൽ കാണാമെന്ന്. ഗെയിമിങ്, ഞാൻ Web3 കൊടുക്കുകയാണ്. AI, എഞ്ചിനീയറിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഞാൻ ഇത്രയും കൊടുത്തേക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് കൊടുത്തു. വെൽക്കം ടു സീലി വന്നു. നമ്മൾ ജോയിൻ അക്വ പ്രോട്ടോകോൾ എന്ന് അവിടെ കാണാം. ജോയിൻ അക്വ പ്രോട്ടോകോൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് വന്നൊരു ടാസ്ക് വിസിറ്റ് അവർ വെബ്സൈറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. വിസിറ്റ് അവർ വെബ്സൈറ്റ് ആൻഡ് റീഡ് അബൌട്ട് അക്വ പ്രോട്ടോകോൾ അവർ പറഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വെബ്സൈറ്റിന് പിടിച്ച് നോക്കി അവർ വെബ്സൈറ്റിൽ പോയി. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ക്ലെയിം കൊടുത്തു. അപ്പോൾ ആ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം വാലറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാനാണ് അടുത്ത് വന്നത്. ടൺ മെയിൻനെറ്റ് വാലറ്റിൻ്റെ. സോ നമുക്ക് ടൺ കീപ്പറിൽ നിന്ന് എടുക്കേണ്ടി വരും അത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ ടൺ കീപ്പറിൽ പോവുക. അതിന് ശേഷം നമുക്ക് അഡ്രസ്സ് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് വരാൻ പോകുന്നത് ഈ അഡ്രസ്സിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അഡ്രസ്സ് കറക്റ്റ് ആക്കണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തായാലും ആലോചിക്കുക, അവിടെ ഒരു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഫ്രേസ് കീ തരും. അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ഗൂഗിൾ കീപ്പ് നോട്ടിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കാൻ നോക്കുക. ഓക്കെ, അത് വിട്ട് കളയരുത്. അത് വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ എങ്ങനെ ലോസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ചിലപ്പോൾ ഈ വാലറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ ഏത് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അവരുടെ ഫ്രേസ് കീ തരുന്നത് ഏതെങ്കിലും സെക്യൂർ ആയ സ്ഥലത്ത് എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ ടൺ കീപ്പർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കാണാം റിസീവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ആ റിസീവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അഡ്രസ്സ് കിട്ടും. ഈ അഡ്രസ്സാണ് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ താഴേക്ക് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. ഈ അഡ്രസ്സ് കൃത്യമായിരിക്കണം, ഇത് തെറ്റരുത്. ഈ അഡ്രസ്സ് സെൻഡിലുള്ള അഡ്രസ്സ് എടുക്കുന്നത് റിസീവ് നോക്കിയിട്ട് അവിടെ കാണുന്ന അഡ്രസ്സ് എടുക്കുക. അതിൽ ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു നമ്പർ പോലും ഒന്നും മാറരുത്, കൃത്യമായിട്ട് അടിക്കണം. അപ്പോൾ നമ്മളത് ക്ലെയിം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ് പറഞ്ഞത് ജോയിൻ അവർ ടെലഗ്രാം ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ന്യൂസ് ചാനലിനായിട്ട് എന്ത് ചെയ്യുക, ആ ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിലേക്ക് പോയി നമ്മളിവിടെ ജോയിൻ കൊടുക്കുന്നു. ജോയിൻ കൊടുത്ത് എന്ത് ചെയ്യുക, നേരെ തിരിച്ച് വീണ്ടും ബാക്ക് അടിക്കുക, ക്ലെയിം ചെയ്യുക. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അടുത്ത് വീണ്ടും വന്ന് അക്വ പ്രോട്ടോകോൾ, വീണ്ടും അവരുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, അവിടെയും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഇത് വെറുതെ സിമ്പിളായിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുന്ന പരിപാടികളാണ്. നമ്മൾ ഓൾറെഡി ചിലർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ജോയിൻ ചെയ്തു, ക്ലെയിം കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോളോവേഴ്സ് ഓൺ ട്വിറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ട്വിറ്ററിനെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ട്വിറ്ററിനെ കണക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തായാലും ഒരു സെക്കൻഡറി ട്വിറ്ററൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എല്ലാ എയർ ഡ്രോപ്പിനായിട്ട് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ട്വിറ്റർ അക്കൗണ്ട് ഉപയോഗിക്കരുത്. സെക്കൻഡറി ആയിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ട് ഉപയോഗിക്കാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ അക്കൗണ്ട് കണക്ട് ആയിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ ഫോളോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. തിരിച്ച് വീണ്ടും വരുന്നു. ക്ലെയിം ബട്ടൺ കാണുന്നു. ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യുവർ ടൺ ടെസ്റ്റ് നെറ്റ് വാലറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് നെറ്റ് വാലറ്റ് നമ്മുടെ ടൺ കീപ്പറിൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള മെത്തേഡാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ നമ്മുടെ ടൺ കീപ്പറിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ ടൺ കീപ്പർ. നമ്മൾ ടൺ കീപ്പർ എത്തി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്, നമ്മുടെ സെറ്റിംഗ്സ് ബട്ടൺ മേലെ കാണാം. ഈ സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടൺ കീപ്പർ എന്ന് പറഞ്ഞൊരു ലോഗോ ഇവിടെ കാണാൻ പറ്റും. അവിടെ നമ്മൾ സ്പീഡിൽ 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും, ഡേവ് മെനു എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡേവ് മോഡ് ഓൺ ആക്കുക, അതായത് ഡെവലപ്പർ മോഡ്. അപ്പോൾ നമ്മൾ ഓൺ ആക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് ബാക്കോട്ട് വരിക. അതിന് ശേഷം ഇവിടെ മേലെ നമുക്ക് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും മേലെ. അവിടെ നമ്മൾ ആഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ള സംഭവങ്ങൾ കാണില്ലേ, അവിടെ നമ്മുടെ ടെസ്റ്റ് നെറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ടെസ്റ്റ് നെറ്റ് അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് നെറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് റിക്കവറി ഫ്രേസ് ആണ്. നമ്മൾ ചിലവോട് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കില്ല. അതായത് നിങ്ങൾ ടൺ കീപ്പറിൻ്റെ റിക്കവറി ഫ്രേസ് ആണ് നമ്മളോട് ചോദിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൺ കീപ്പർ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറി ഫ്രേസ് എന്തായാലും എഴുതി വെച്ചിരിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൺ കീപ്പറിൻ്റെ സെറ്റിങ്സിൽ എവിടെയെങ്കിലും പോയിട്ട് തപ്പി അത് വീണ്ടും റിക്കവർ ചെയ്യാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റിക്കവർ ഫ്രേസ് അവിടെ അടിക്കാൻ പറയും. അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ പാസ്വേഡ് ഉണ്ടാവും, ഒരു 4 അക്ക പാസ്വേഡ്. ആ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോയിൽ വരും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാലറ്റിൻ്റെ പേര് ടെസ്റ്റ് നെറ്റ് എന്നോ അങ്ങനെ ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഞാൻ ടെസ്റ്റ് നെറ്റ് എന്നാണ് കൊടുത്തത്. ഞാൻ സേവ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ആദ്യം ഉണ്ടാകുന്നത് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഇപ്പോൾ എന്ത് ചെയ്തു, ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞൊരു വാലറ്റാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നെറ്റ് വാലറ്റ് വാലിഡ് ആണോ എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിസീവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ID കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ടെലഗ്രാമിലോട്ട് വരിക. അവിടെ വന്നതിന് ശേഷം നിങ്ങൾ സെർച്ച് ബട്ടണിൽ ടെസ്റ്റ് ഗിവർ ടൺ ബോട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ID ഇതാണ്, ടെസ്റ്റ് ഗിവർ _ ടൺ ബോട്ട്. ഇങ്ങനെ ID ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് വെൽക്കം ടു ടെസ്റ്റ് യുവർ ടൺ ബോട്ട് വർക്ക്സ് ഇൻ ദ ടൺ നെറ്റ്വർക്ക്, പ്ലീസ് യൂസ് വാലറ്റ് ടെസ്റ്റ് നെറ്റ് റൂട്ട് ടു ക്രിയേറ്റ് എ വാലറ്റ് ഇൻ ടെസ്റ്റ് നെറ്റ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കോപ്പി ചെയ്ത ടെസ്റ്റ് നെറ്റ് അഡ്രസ്സ് എന്ത് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. നമ്മൾ സെർച്ച് ചെയ്തു. സോ എമൗണ്ട് 5 ടൺ റിക്വസ്റ്റ് ആഡ് എടുത്ത് ക്യൂ ഫോർ എക്സിക്യൂഷൻ പ്ലേസ് വെയിറ്റ്. അപ്പോൾ ഈ അക്കൗണ്ട് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഏകദേശം ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റിൻ്റെ വെയിറ്റിന് ശേഷം നമുക്ക് കാണാൻ പറ്റി നമ്മുടെ ടെസ്റ്റ് നെറ്റ് വാലറ്റിൽ 5 ടൺ നമ്മൾ അവിടെ നിന്ന് അയച്ച ടെസ്റ്റ് നെറ്റിൽ നിന്ന് അയച്ച 5 ടൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് റിയൽ മണി അല്ലാട്ടോ, ടെസ്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് മാത്രമാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് നെറ്റിൻ്റെ അഡ്രസ്സാണ് ആവശ്യം. അപ്പോൾ നമ്മൾ വീണ്ടും റിസീവ് നിൽക്കുന്നു. ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എവിടേക്ക് പോകുന്നു, നേരെ തിരിച്ച് ക്വസ്റ്റിലേക്ക് തന്നെ പോകുന്നു. അവിടെ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് നമ്മളിവിടെ ഒന്ന് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഏതിൻ്റെ അഡ്രസ്സ്, ടെസ്റ്റ് നെറ്റിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. ക്ലെയിം ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. യുവർ ഇമെയിൽ, അപ്പോൾ നമ്മുടെ ഇമെയിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഇവിടെ, നിങ്ങളുടെ ഇമെയിൽ പേഴ്സണൽ ഇമെയിൽ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഇമെയിൽ അടിച്ചു കൊടുത്തു. അത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഫൈനൽ ടെസ്റ്റ് നെറ്റ് ആൻഡ് ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ഫ്രം അക്വാ പോയിന്റ്സ്. ഈ പ്രോട്ടോക്കോളിൻ്റെ ബോട്ടം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നേരെ നമ്മൾ ഇവിടേക്ക് പോകുന്നു, ജോയിൻ കൊടുക്കുന്നു. നമ്മളവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ടേംസ് ആൻഡ് റിവാർഡ്സ് എന്നൊരു സെക്ഷനാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നത്. ഇവിടെ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിക്കുക. മീഡിയത്തിൽ വന്ന ഒരു പബ്ലിഷ്മെൻ്റ് ആണ്. അപ്പോൾ അത് പോയി വായിക്കുക. വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ തിരിച്ച് ഇതിലേക്ക് തന്നെ വരിക, ക്ലെയിം ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അടിച്ചു കൊടുത്ത് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നൊരു ക്വിസ് ആയിരിക്കും. സോ ഈ ക്വിസ്സിൽ ഞാൻ ഫസ്റ്റ് ട്രയൽ എൻ്റെ 3-4 ക്വസ്റ്റ്യനാണുള്ളത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ട്രയൽ 2 ക്വസ്റ്റ്യൻ തെറ്റി. ആ തെറ്റിൻ്റെ പേരിൽ 24 മണിക്കൂറാണ് എൻ്റെ കൂൾ ഓഫ് ടൈം പറഞ്ഞിരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ആൻസേഴ്സ് അടക്കമുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത 2 പാർട്ടിലായിട്ട് വരാൻ പോകുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് വേറെ കുറേ ക്വസ്റ്റുകളുണ്ട്. സോ ആ ക്വസ്റ്റുകളിലേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.